ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു മിക്സിയുടെ ജാറിലോട്ടെ കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞതും പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ടായിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ താണ്ടെ ഇതുപോലൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒന്ന് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഞാനിനി അതിലേക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണേ. അപ്പം കപ്പലണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പോളം കപ്പലണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളഞ്ഞോ തൊലി കളയാതെയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ടുണ്ട്, കുറച്ച് 1-2 തൊലി കുറച്ചെണ്ണത്തിൻ്റെ തൊലി കളഞ്ഞിട്ടുമില്ല. ഇനി അതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണേ. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി അല്ലി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ എങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വ്യത്യസ്ത ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്കൊന്നും കണക്കൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷാക്കി കൊണ്ടുവരാവേ. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ, അതുപോലെ പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഇപ്പം ഏകദേശം എന്തോ ഞാൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോഴേ സാധാരണ നമ്മൾ പച്ചമാങ്ങ ഉച്ചക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കും, പക്ഷേ ഈ നിലക്കടല ചേർത്തിട്ട് ഇതുപോലൊരായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക്. വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് താളിപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് അരച്ചതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ റെഡിയാക്കാം. താളിപ്പില്ലാതെ ഇത് കഴിക്കാം, പക്ഷെ താളിപ്പാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് കടുക് ചേർക്കുന്നില്ല. ഞാൻ ചെറിയ ജീരകം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കടുക് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഈ ചെറിയ ജീരകമൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊന്ന് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു ചട്നിയിലോട്ട് ചമ്മന്തിയിലോട്ട് എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ അതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു താളിപ്പും കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല, ശരിക്കും പറയാൻ നല്ലൊരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ താളിപ്പില്ലാതെയും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്ത സമയത്തോ കറിയൊന്നും ഉണ്ടാക്കാൻ ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലഞ്ച് കഴിക്കണമെങ്കിലൊക്കെ ഈ ഒരു ചമ്മന്തി മതിയിടോ, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇങ്ങനെ എടുത്തങ്ങോട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണം, പൊള്ളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.